ഏതായാലും നമ്മൾ കോഴിക്കോട് നിന്ന് പോകുന്നത് പന്തളത്തേക്കാണ്. പന്തളത്തേക്ക് എന്തിനാണ് പോകുന്നത് എന്ന് പ്രേക്ഷകർക്ക് അറിയുമായിരിക്കും. തിരുവാഭരണം ഇന്ന് പന്തളത്തിൽ നിന്ന് പുറപ്പെടുകയാണ്. ശ്രീജിത്ത് ഉണ്ട് അവിടെ നിന്ന്. മകരവിളക്ക് തൊട്ടടുത്തെത്തി. അപ്പോൾ മകരവിളക്ക് നടക്കുമ്പോൾ, ആ മഹാദീപാരാധന നടക്കുമ്പോൾ സ്വാമി അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണ് പന്തളത്ത് നിന്ന് പുറപ്പെടുന്നത്. പന്തളത്ത് നിന്ന് നമ്മൾ പോകുന്ന പോലെ റോഡിൽ കൂടി സ്പീഡിൽ അല്ല പോവുക, ഒരല്പം കടന്ന ശേഷം കാനന പാതയിലൂടെയാണ് ഈ ഘോഷയാത്ര കടന്നു പോകുന്നത്. ശ്രീജിത്ത്, ഒരുക്കങ്ങൾ പൂർത്തിയായോ? എപ്പോഴാണ് അവിടെ നിന്ന് ഘോഷയാത്ര പുറപ്പെടുന്നത്? എന്താണ് അവിടുത്തെ ഒരു അന്തരീക്ഷം ശ്രീജിത്ത്? പ്രദീപ്, പുലർച്ചെ 4 മണിയോടുകൂടി തിരുവാഭരണങ്ങൾ ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ നിന്ന് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന പന്തളം ക്ഷേത്രത്തിൽ വലിയ കോയിക്കൽ ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ തിരുവാഭരണത്തിന്റെ ദർശനം നടക്കുകയാണ്. അത് കാണാനായി ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ ചാർത്തുന്നത് പോലെ തിരുവാഭരണം തുറന്ന് വിഗ്രഹത്തിൽ ചാർത്തി കാണാം, വിഗ്രഹത്തിൽ വെച്ച് കാണാം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. ശബരിമലയിൽ പോയി ദർശനം നടത്താനാകാത്തവർക്ക് ഇവിടെ എത്തി കാണാമെന്നുള്ളതാണ് ഇന്ന് ഇവിടെ ഇത്രയധികം തിരക്കിനും ഇതിനൊക്കെ ഒരു പ്രാധാന്യം. എന്തായാലും ഉച്ചയ്ക്ക് ഏതാണ്ട് 1 മണിയോടുകൂടിയാണ് ഇവിടെ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുക. അത് ഇവിടെ നിന്ന് കൈപ്പുഴ, കുളനട, കിടങ്ങന്നൂർ, ആറന്മുള വഴി ഇന്ന് ആയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ വിശ്രമിക്കും. നാളെ അവിടെ നിന്ന് യാത്ര തുടങ്ങി ലാഹ സത്രത്തിലാണ് വിശ്രമിക്കുക. അതിനുശേഷം മറ്റന്നാൾ അവിടെ നിന്ന് കാടിനുള്ളിലൂടെ അഴുതയൊക്കെ കടന്നാണ് ചെറിയാനവട്ടവും വലിയാനവട്ടവും ചെറിയാനവട്ടവും കടന്ന് പമ്പയിലെത്തി അവിടെ നിന്ന് പോകുന്നു. ശരംകുത്തിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിരുവാഭരണത്തെ സ്വീകരിക്കുന്നു. ഇങ്ങനെയാണ് ഈ യാത്രയുടെ പ്രത്യേകത. പ്രദീപ് നേരത്തെ പറഞ്ഞ പോലെ മകരവിളക്ക് ദിവസം നടക്കുന്ന ദീപാരാധനയ്ക്ക് ചാർത്താൻ, അയ്യപ്പന് ചാർത്താനുള്ള തങ്ക ആഭരണങ്ങളാണ് ഇത്. യോദ്ധാവായ അയ്യപ്പന്റെ മുഖവും ഒപ്പം തന്നെ മറ്റ് കൊടിക്കൂറ, കൊടിക്കൂറ ആഭരണങ്ങൾ, കലശപ്പെട്ടി, അങ്ങനെ എല്ലാം ഉള്ള ഒരു 3 പെട്ടികൾ അടങ്ങിയതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 1ാമത്തെ പെട്ടിയിലാണ് ഈ തിരുമുഖവും മറ്റും ഉള്ളത്. അങ്ങനെ അയ്യപ്പന് അന്ന് ചാർത്തിയ ശേഷമാണ് ദീപാരാധന, അതിനുശേഷമാണ് മകരവിളക്ക്. അതായത് ശബരിമലയുടെ ഒരു ആംബിയൻസ് അത് ഇന്നലെ എരുമേലി പേട്ടതുള്ളിൽ ആവേശപൂർവ്വം കണ്ടു. ഇന്ന് കാൽനടയായി ഒരുപക്ഷെ ഇത്രയധികം പ്രാധാന്യത്തോടെ നടക്കുന്ന മറ്റൊരു ആഘോഷത്തിലേക്ക് കൂടി കടക്കുകയാണ്. 3 ദിവസം കാൽനടയായാണ് നടന്നാണ് ഈ യാത്ര അവിടേക്ക് ചെല്ലുന്നത് എന്നതാണ് പ്രത്യേകത. എന്തായാലും ശ്രീകൃഷ്ണപരന്തിന്റെ സാന്നിധ്യത്തിലാണ് ഈ യാത്ര പുറപ്പെടുക. അതും ഒരു വിശ്വാസമാണ്. ശ്രീകൃഷ്ണപരന്ത് എത്തുന്നതോടുകൂടി ഏതാണ്ട് ഉച്ചയോടുകൂടി ഈ യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കും. ഈ പേടകങ്ങൾ ശിരസിലേക്ക് ചുമന്ന് കൊണ്ടുപോകാനടക്കം വ്രതാനുഷ്ഠാനങ്ങളായ ആളുകളുണ്ടാകും. അതേതാണ്ട് എല്ലാവരും കുളത്തിനാലിൽ ഗംഗാധരൻ പിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് കൊണ്ടുപോകുക. പ്രദീപ്.